ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം 310 എടുത്തിട്ട് കുറച്ച് ദിവസമായി. എന്നുവെച്ചാൽ ജോലിയും തിരക്കൊക്കെ ആയിട്ട് നമുക്കങ്ങനെ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇന്ന് വെറുതെ ഒരു ഈവനിങ് റൈഡിനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വണ്ടി എടുത്തിട്ട് ഒരാഴ്ചയായി. ഞാനിടയ്ക്ക് ബാംഗ്ലൂർ പോയി, അങ്ങനെ മൊത്തം ബിസി ആയിരുന്നു. അപ്പം ജോലി തിരക്കും ഒക്കെ കൂടെ ആയിട്ട് പിന്നെ എൻഡോർക്ക് എടുത്തു. അപ്പം നമുക്ക് 310 ഓടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഇന്ന് ക്ലീനാക്കി, മീൻസ് പൊടി മാത്രമേ ഉള്ളായിരുന്നു. വണ്ടി കഴുകി വെച്ചിരുന്ന വണ്ടിയാണ്. അതൊന്ന് ക്ലീനാക്കി ജസ്റ്റ് ഒന്ന് റൗണ്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 33,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. അതെ, ഓൾമോസ്റ്റ് 34,000 കിലോമീറ്റേഴ്സോളം ആവാറായി ഇപ്പോൾ. പക്ഷേ ചെയിൻ എനിക്ക് തോന്നുന്നു ചെയിൻ തീരാറായെന്ന് തോന്നുന്നു. ചെയിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു കിലോമീറ്ററോളം ചെയിൻ ലൈഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കമ്പനി സ്റ്റോക്കായിട്ട് കിട്ടിയിരുന്ന ചെയിനിന് ഓൾമോസ്റ്റ് 12,000 കിലോമീറ്റേഴ്സ് സംതിങ് മാത്രമേ ലൈഫ് കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ ബ്രാസ് കോട്ടഡ് ചെയിനാണ് പിന്നിട്ടത്. അതിന് ഓൾമോസ്റ്റ് 20,000 കിലോമീറ്റേഴ്സ് എബോ ലൈഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയിൻ മാറ്റണം, അതേ ഉള്ളൂ വണ്ടിയുടെ ഇപ്പോഴത്തെ മേജർ ഒരു ടാസ്ക്. അത് നമുക്ക് ഇതുവരെ അടിപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. വണ്ടിക്ക് അങ്ങനെ മറ്റേ ചെയിൻ അടിക്കുന്ന കലവല സൗണ്ടോ ഒന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ലൂബ് ചെയ്തിട്ട് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാൻ നേരത്ത് ആ പുള്ളി പറഞ്ഞു ഇതിപ്പോൾ അൺഈവനായിട്ട് ലൂസാവുകയും ടൈറ്റാവുകയും ചെയ്ത് കിടപ്പുണ്ട്. അതായത് കുറച്ച് ഏരിയ ലൂസും കുറച്ച് ഏരിയ നോർമലും ഒക്കെ ആയിട്ട്. അത് ഓൾമോസ്റ്റ് ലൈഫ് തീരാറായതുകൊണ്ടാണ് മാറുന്നതാണ് നല്ലത്. ബ്രാസ് കോട്ടഡ് കിട്ടുമ്പോൾ മാറണം. നമ്മളീ പോകുന്നത് എല്ലൂർ ഗ്രാമത്തിലോട്ടുള്ള ഒരു റൂട്ടിലാണ്. ഇവിടെ ഒരു ഫോർട്ടൊക്കെ ഉണ്ട്. അത് അതിൻ്റെ മൺസൂണിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അതായത് ഒരു കുന്നിൻ്റെ മേളിലൊരു ഫോർട്ടാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നൊരു ഫോർട്ട്. എനിക്കൊന്ന് ഇവിടുന്ന് കാണാമെന്ന് എന്തേ കണ്ടില്ലേ, ഇത് അതാണ് ആ ഫോർട്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നതല്ല. ഞാൻ ചുമ്മാ വണ്ടി എടുത്തപ്പം കുറച്ച് ദൂരം പോയപ്പോൾ ഞാൻ ചുമ്മാ നല്ല റൂട്ട് ഏതാണെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു റൂട്ട് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഇറങ്ങിയാണ്. അങ്ങോട്ട് പോകുന്നുമില്ല, കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഇരുട്ടാവും. കളവണ്ടി കണ്ടോ? അത് ഇവിടുന്ന് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം നല്ല ഹൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോർട്ടാണത്. ഇവിടെ നിന്നൊക്കെ അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് കിട്ടും. കണ്ടോ? ഏരിയ ഫുള്ള് നല്ല ഭംഗിയുണ്ട്. ഫുള്ള് ഫാമിങ് ഏരിയ ഒക്കെയാണ്. ബൈക്ക് കണ്ടിട്ടോ ക്യാമറ കണ്ടിട്ടോ ആണെന്ന് തോന്നുന്നു. പോകുന്നവരെല്ലാം ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോടെ നോക്കുന്നുണ്ട്. ആരടാ ഇവൻ?
ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം ഒരിക്കൽ. ഇന്നേതായാലും ഓൾമോസ്റ്റ് സൺസെറ്റ് ആവുന്നു, 6 മണി ആവുന്നു. നമുക്കിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുമ്മാ സൺസെറ്റ് കാണാം, പക്ഷേ ആ ഭംഗി കിട്ടണമെങ്കിൽ എനിക്കൊന്ന് മോർണിംഗ് വരണം, ഏർലി മോർണിംഗോ സംതിങ് വന്നിട്ട് അതിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് പോവാം. അതിൻ്റെയൊക്കെ കൊമ്പ് കണ്ടോ, നമ്മുടെ ഈ എരുമയുടെയും ഒക്കെ കൂടെ, പക്ഷേ ഭയങ്കര നീളത്തിലുള്ള കൊമ്പാണ് കേട്ടോ. ഓ സൂര്യൻ നല്ല കളറിൽ ഇരിക്കുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ടൈമൊക്കെയാണ് വണ്ടി ഓടിക്കാൻ ഇഷ്ടം, ഏർലി മോർണിംഗ് അതുപോലെ ഈവനിങ് ഓൾമോസ്റ്റ്. എന്നാൽ ഒരുപാട് ഇരുട്ടായി കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല, ഒരുപാട് വെളിച്ചമായാലും ഭംഗി കിട്ടത്തില്ല. അതാണ് ആ ഫോർട്ടിലോട്ട് നമ്മൾ ഇനി ഒരിക്കൽ വരും ഉറപ്പിച്ച്. നല്ല വട്ടത്തിൽ നല്ല കളറായിട്ടിരിക്കുന്ന സൂര്യൻ. അതേപോലെ എന്നോട് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, ഒറ്റയ്ക്ക് ഇങ്ങനെ കർണാടകയുടെയൊക്കെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നതിന് പേടിയില്ലേ, ആൾക്കാരൊക്കെ എങ്ങനത്തെ ടൈപ്പാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ. ഞാൻ മാക്സിമം പരിചയമില്ലാത്തടത്തോടൊക്കെ പോകുമ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്, കണ്ടില്ലേ. അതേപോലെ പിന്നെ ഞാൻ ആകെ കണ്ടിട്ടുള്ളതല്ല, എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നുണ്ടിട്ടുണ്ട് വണ്ടി കാണുമ്പോഴും, പിള്ളേരായാലും വലിയവരായാലും. കഴിവതും ഞാൻ ക്യാമറ എടുക്കും, അവർ ധൈര്യത്തിലൊക്കെയാണ് കണ്ടോ. ഞാനങ്ങനെ തീരെ പരിചയമില്ലാത്ത വഴി കൂടെ ഒന്നും കത്തിക്കാനൊന്നും പോകത്തില്ല. ചെറിയ വഴിയാണെങ്കിലും സിറ്റികളിലൊന്നും ഞാനങ്ങനെ വണ്ടി ചുമ്മാ ആവശ്യമില്ലാതെ സ്പീഡ് കൂട്ടുകയോ ഒന്നും ചെയ്യാറില്ല. ഞാൻ എൻ്റെ പാട് നോക്കി പോകാറേ ഉള്ളൂ. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്, അതാണ് മെയിൻ കാര്യം. നമ്മൾ ആയിട്ട് പ്രശ്നത്തിനൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പറഞ്ഞു കേൾക്കാനോ ഒന്നും ഒരു ന്യായമില്ല. അല്ലേ തന്നെ അങ്ങനൊരു വിശ്വാസം നമുക്കുണ്ട്. എപ്പോഴും നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവണമെന്നില്ല, എന്നാലും നമ്മുടെ സൈഡ് ക്ലിയർ ആക്കണമല്ലോ. നമ്മുടെ ഈ വലത്തെ സൈഡിൽ കാണുന്നത് ഒരു ഹൈവേ ആണ്, ചുമ്മാ അതുവഴി കയറിപ്പോം. ഇങ്ങനെയൊക്കെയല്ലേ നല്ല റോഡൊക്കെ. എനിക്കിത് മൊത്തം പണിഞ്ഞ് തീരാത്തൊരു ഹൈവേ ആണ്, പക്ഷെ ഇവിടെ വരെയൊക്കെ വണ്ടി ഓടുന്നുണ്ട്, കണ്ടില്ലേ. അതിനപ്പുറത്തെ സൈഡിലോട്ടൊന്നും വണ്ടി ഓടുന്നില്ല, അവിടെ പണിയുന്നേ ഉള്ളൂ. ചുമ്മാ ഓടിച്ചിട്ട് പോവാം. പറ്റുമെങ്കിൽ ഷെല്ലിൽ പോയി തിരിച്ച് ചെല്ലുമ്പോഴത്തേനും പെട്രോൾ ഉറപ്പില്ല. അല്ലെ എവിടെയെങ്കിലും പോയി ചായയോ കാപ്പിയോ വല്ലതും കൂടെ കുടിച്ചിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ. ഇത് ആക്ച്വലി ഖാനാപൂരിലോട്ട് പോകുന്ന വഴിയാണ്. എന്ത് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ആണ് നോക്കി.
അങ്ങനെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു. ലൈറ്റൊക്കെ കത്തിക്കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് രാത്രി ഇരുട്ടായില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും. ഇത് നമ്മുടെ ഹൈവേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടം വരെ പണിഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പണിയുമാണ് അവർ. അതുകൊണ്ടാണ് എല്ലാവരും നല്ല പറക്കാൻ ഉപയോഗിക്കുന്ന റോഡാണത്. ആ റോഡിലധികം വണ്ടികൾ പോകാത്തതുകൊണ്ട് ഇവിടെ എല്ലാം കൃഷി. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. കണ്ടില്ലേ, ഇവിടുന്ന് പണിയാനുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ പെട്രോൾ യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് പണ്ടൊക്കെ 39 വരെയൊക്കെ ആവറേജ് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ഹൈവേയിൽ ക്രോസ് ചെയ്യുമ്പോൾ ട്രിപ്പൊക്കെ ഇട്ടാൽ. ഇപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ ഇട്ട് നോക്കിയിട്ടും 30, മാക്സിമം 32. അതും നമ്മൾ പതുക്കെ നമ്മളിങ്ങനെ ഒരേ സ്പീഡിൽ ഇങ്ങനെ ഒരേ ഗിയറിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ട്രിപ്പൊക്കെ ഇടുമ്പോഴേ ഉള്ളൂ. അല്ലാതെ നോർമലി നമ്മൾ റൈഡ് അടിക്കുമ്പോഴൊന്നും അത്രയൊന്നും കാണിക്കുന്നില്ല. ഈവൻ മീറ്ററിൽ അത്രയും കാണിക്കുന്നില്ല. അതിന് കുറവായിരിക്കും നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്നത്. എന്നോടിപ്പോൾ ആരെങ്കിലും ചോദിക്കുക, ഇപ്പം ഈ വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്തോ കിട്ടി, അല്ലെങ്കിൽ എന്തോ ആവശ്യത്തിനാണ് പോയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരത്തേക്ക് നമ്മളുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സായി ആ ഒരു വൈബ് അതിപ്പോൾ നമ്മളെങ്ങനെ പറഞ്ഞറിയിക്കുന്നത് അറിയത്തില്ല. ഇപ്പം വൈകുന്നേരം കളിക്കാനൊക്കെ പോകാറുണ്ടല്ലോ പണ്ട്. ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു ഫൺ, അതിൽ കൂടുതൽ എന്തോ നമ്മൾ ആക്റ്റീവായിട്ട് കുറച്ച് നേരം ഇരിക്കും. മറ്റൊന്നിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ജോലിയുടെ പ്രഷറായാലും ഫാമിലി പ്രഷറായാലും ഇതൊന്നും നമ്മൾ ആലോചിക്കാറില്ല. വേറൊരു കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കാറില്ല. ചുമ്മാ വണ്ടി എടുക്കുക, വണ്ടി തട്ടുകയും മുട്ടുകയും ചെയ്യാതെ എവിടെയെങ്കിലും ഒന്ന് പോവുക, തിരിച്ചു വരിക. അപ്പോൾ തന്നെ നമ്മൾ കുറേയൊക്കെ മൈൻഡൊന്ന് മാറും. അതിനുവേണ്ടി പോയതാണ്. സോ നമ്മൾ ഷെല്ലിലെത്തി. ഇവിടെ ഷെല്ല് സെലക്റ്റാണ്. അപ്പോൾ നമുക്കൊരു കാപ്പിയൊക്കെ കുടിച്ച് പെട്രോളൊക്കെ അടിച്ച് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒരു റൈഡിൻ്റെ വീഡിയോ ആണ്. നമ്മളൊരു ചിൽ റൈഡ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.